നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയുടെ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു വിജയം. 4 ലക്ഷത്തി അതിലേക്കാണ് പോകുന്നത്. ഷിത അല്ലെ, ഷിതയുണ്ട് നമ്മോടൊപ്പം. ഷിത, പിന്നെ 4,04,16 എന്നതാണ് ഇപ്പോ കാണുന്ന 619. ശരി ശരി, ഒന്നല്ല, അത് വളരെ കൂടുതലായതുകൊണ്ട് കൂടിയാണ്. എനിവേ ഷിത പറഞ്ഞോളൂ, എന്താ ഈ വിജയത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷം 3.5 ലക്ഷം മുതൽ 4.25 ലക്ഷം വരെ ലഭിക്കുമെന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞ സമയത്ത് തന്നെ UDF ക്യാമ്പുകളിലാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു കണക്ക് UDF എടുക്കുകയും ഈ ഒരു കണക്കിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏകദേശം അവരുടെ ഒരു പ്രവചനം അല്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സൂചിപ്പിക്കുന്നത്. 4,04,619 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ വോട്ടുകൾ ഇനി ചേരാൻ കൂടിയുണ്ട്. പോസ്റ്റൽ വോട്ടിന്റെ കണക്ക് ഇതിലില്ല. EVM മെഷീനുകൾ എണ്ണിയ കണക്ക് മാത്രമാണ് ഇതിലുള്ളത്. അതിലെടുത്തു പറയേണ്ടത് LDF സ്ഥാനാർത്ഥിക്ക് അവർ പറഞ്ഞത്ര വോട്ട് ലഭിച്ചിട്ടില്ല സത്യൻ മൊകേരിക്ക് എന്നുള്ളതാണ്. 2,07,401 വോട്ടുകൾ മാത്രമാണ് സത്യൻ മൊകേരിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് 2.5 ലക്ഷത്തോളം വോട്ടുകൾ ലഭിക്കുമെന്നുള്ള കാര്യമായിരുന്നു LDF പറഞ്ഞിരുന്നത്. അവരുടെ വോട്ടിൽ കുറവുണ്ടായിട്ടില്ല, ആ വോട്ടുകളിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വലിയ രീതിയിൽ തന്നെ LDFന്റെ വോട്ടിൽ ഇടിവുണ്ടായിട്ടുണ്ട്, വിള്ളലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വയനാട്ടിൽ നിന്നുള്ള ഫലം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം കൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ ഹരിദാസ്. വയനാട്ടിൽ വരുമ്പോൾ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിനോളം എത്തില്ല, 1 ലക്ഷത്തിൽ താഴെയായിരിക്കും അവരുടെ വോട്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് നവ്യ ഹരിദാസിന് പിടിക്കാനായിട്ടുണ്ട്. 1,80,080 വോട്ടുകളാണ് ഇപ്പോൾ 880 വോട്ടുകളാണ് നവ്യ ഹരിദാസ് പിടിച്ചിരിക്കുന്നത്. അതായത് അവരുടെ വോട്ടുകളും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വർധനവ്. വളരെ കൃത്യമായി അറിയേണ്ടത് ഷിത, പിന്നെ ആനി രാജയുടെ വോട്ടും സത്യൻ മൊകേരിയുടെ വോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രമോദ്, ആനി രാജയ്ക്ക് ലഭിച്ചത് 2,83,000 വോട്ടുകളായിരുന്നു. ആ കണക്ക് വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത്. സത്യൻ മൊകേരിക്കുള്ളത് 2,07,401 വോട്ടുകളാണ്. അത്രയും വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം ഒരു കൃത്യമായുള്ള കണക്ക് നമുക്ക് ഇങ്ങനെ കൂട്ടി പറയാൻ സാധിക്കില്ല, എങ്കിൽ പോലും ഒരു 70,000-ഓളം വോട്ടുകളുടെ കുറവ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ LDF ഒരിക്കലും ഈ പ്രചാരണ വേളയിൽ ആനി രാജയുടെ വോട്ടിനോളം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. 2,50,000-ഓളം വോട്ടിന്റെ അടുത്ത് അവർ പിടിക്കുമെന്നുള്ളതാണ് LDF പറഞ്ഞിരുന്നത്. അത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും അവർ ആ കാര്യം തന്നെ ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പറഞ്ഞതൊന്നുമല്ല, അവരുടെ വോട്ടിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും പ്രിയങ്കയ്ക്ക് 65.4% വോട്ട് ലഭിക്കാനായിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി 2019 ലഭിച്ചപ്പോൾ ശതമാനം കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ശതമാനം ഉണ്ടായിരുന്നില്ല. ഒപ്പം 2024 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ പ്രിയങ്ക ഗാന്ധി മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് CPIയുടെ സ്ഥാനാർത്ഥിക്ക് ആനി രാജ കഴിഞ്ഞ തവണ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു മത്സരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേള ആവശ്യമുണ്ട്. ആദ്യമായി നമ്മൾ രാവിലെ തുടങ്ങിയതിനു ശേഷം ഒരു ഇടവേള എടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് ഗസ്റ്റുകൾ കൂടെ ഉണ്ട്, അതിഥികൾ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം.